ഹായ് ഹായ് ഇന്ന് ഞാനുണ്ടാക്കാൻ പോകുന്നത് ഇവിടെ ഉപ്പുമാവാണ്. അപ്പോൾ അതിന് സവാള എടുത്തിട്ടുണ്ട്. സവാള അരിയണം. അരിഞ്ഞില്ല സവാളിനെ അരിഞ്ഞെടുത്തിട്ട് ഞാൻ ലേശം ചുവന്നുള്ളി കൂടി ചുവന്നുള്ളി ചെറുള്ളി അതും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ പച്ചമുളക്, ഇഞ്ചി, ക്യാരറ്റൊന്നുമില്ല, സാധാരണ സിമ്പിൾ സവാള അരിഞ്ഞു. നമുക്ക് ഇതിൽ കൂടെ കുറച്ച് ചുവന്നുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചുവന്നുള്ളി അതുപോലെ ചുവന്നുള്ളി ഒരു മരക്കാർ കാക്കാന്റെ മുറിക്കാൻ കടയിരുന്നിരിക്കാൻ പറഞ്ഞപ്പോൾ ഇരുന്നു മടിക്കൂടാതര മണിക്കൂറോളം ചൊര പറഞ്ഞിരുന്നത് ശരിയും. മരക്കാർ കാക്കാന്റെ മുറിക്കാൻ കടയിരുന്നിരിക്കാൻ പറഞ്ഞപ്പോൾ ഇരുന്നു മടിക്കൂടാതര മണിക്കൂറോളം ചൊര പറഞ്ഞിരുന്നത് ശരിയും. മരക്കാർ കാക്കാന്റെ മുറിക്കാൻ കടയിരുന്നിരിക്കാൻ പറഞ്ഞപ്പോൾ ഇരുന്നു മടിക്കൂടാതര മണിക്കൂറോളം ചൊര പറഞ്ഞിരുന്നത് ശരിയും. പൊരിവയിലെത്തും പതിമഴയത്തും കടയിലിരിക്കണ പൊന്നുമ്മ പലരുടെ വാക്കും പതിവായി കേൾക്കണ തിരക്കില്ലാത്തൊരു ചെറിയുമ്മ. പൊരിവയിലെത്തും പതിമഴയത്തും കടയിലിരിക്കണ പൊന്നുമ്മ പലരുടെ വാക്കും പതിവായി കേൾക്കണ തിരക്കില്ലാത്തൊരു ചെറിയുമ്മ. മരക്കാർ കാക്കാന്റെ മുറിക്കാൻ കടയിരുന്നിരിക്കാൻ പറഞ്ഞപ്പോൾ ഇരുന്നു മടിക്കൂടാതര മണിക്കൂറോളം ചൊര പറഞ്ഞിരുന്നത് ശരിയുമ്മ. ഒരു സമയത്തായി കടയിൽ വന്നൊരു പയ്യനെ നോക്കണ വലിയുമ്മ. അവന്റെ അടുത്താകെ കഥ പറഞ്ഞിരുന്നിട്ട് സമയം പോക്കണ ചെറിയുമ്മ. ഒരു സമയത്തായി കടയിൽ വന്നൊരു പയ്യനെ നോക്കണ വലിയുമ്മ. അവന്റെ അടുത്തൊക്കെ കഥ പറഞ്ഞിരുന്നിട്ട് സമയം പോക്കണ ചെറിയുമ്മ. മരക്കാർ കാക്കാന്റെ മുറിക്കാൻ കടയിരുന്നിരിക്കാൻ പറഞ്ഞപ്പോൾ ഇരുന്നു മടിക്കൂടാതര മണിക്കൂറോളം ചൊര പറഞ്ഞിരുന്നത് ശരിയുമ്മ. മരക്കാർ കാക്കാന്റെ മുറിക്കാൻ കടയിരുന്നിരിക്കാൻ പറഞ്ഞപ്പോൾ ഇരുന്നു മടിക്കൂടാതര മണിക്കൂറോളം ചൊര പറഞ്ഞിരുന്നത് ശരിയുമ്മ. തണുപ്പൊക്കെ പനി ജലദോഷം ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന നാട്ടിൽ
ഇന്നലെ വൈഫിനായിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി നോക്കുമ്പോൾ ഭയങ്കര തിരക്ക്. ഞായറാഴ്ചയാണെങ്കിലും നല്ല തിരക്ക്. ഡോക്ടർക്ക് റെസ്റ്റ് എടുക്കാൻ പോലും സമയമില്ല. നല്ല തിരക്കായിരുന്നു. പനിയുടെ ആൾക്കാർ പനി കൊണ്ട് പൊടി പൊടിയുടെ ആൾക്കാർ വന്നിരിക്കുന്നു. ക്യൂ തന്നെ എമ്മാതി ക്യൂ എന്നറിയാം. നല്ല മഴയൊന്നുമില്ല. ഞാൻ പച്ചമുളക് കിട്ടാം. പച്ചമുളക് നല്ല മഴയായിരുന്നു. നല്ല ഇന്നും അതുപോലെ തന്നെ നല്ല തണുപ്പുണ്ട് പുറത്ത്. നമ്മളെ തൊട്ടടുത്തൊരു മരണം കഴിഞ്ഞിട്ടുണ്ട്. എന്നൊരു ചേട്ടൻ്റെ മോൻ അറ്റാക്കായിട്ട് ഇതിനോട് തല്ലിയിട്ടുണ്ട്. പോകണം. ചായ കുടിച്ചിട്ട് പോകാണ്ടിരിക്കുക. ഇനി നമുക്ക് റവ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന റവ പിന്നെ കുറച്ചുണ്ട് ഇവിടെ. ഇന്നലെ മിഞ്ഞാന്നുണ്ടാക്കിയതിൻ്റെ ബാക്കി കുറച്ച് റവ ഇരിപ്പുണ്ട്. പിന്നെ പാത്രമൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വേപ്പലില്ല, അതാ ബുദ്ധിമുട്ട്. വേപ്പലില്ല. വേപ്പല അപ്പുറത്തുനിന്ന് നടത്തുന്നുണ്ട്. നല്ല മഴ കൊണ്ട് പോകുന്നില്ല. നമുക്ക് തൽക്കാലം വേപ്പല വേണ്ട. വേപ്പല ഇല്ലാണ്ട് ഉപയോഗിക്കാം. ഓക്കെ. പച്ചമുളക് അരിഞ്ഞിട്ട് നമുക്ക് പാത്രം കഴുകി വൃത്തിയാക്കി ചെറിയ ചെമ്പ് കഴുകി വൃത്തിയാക്കി. അപ്പോൾ ഇതാണ് റവ. കേട്ടോ. അപ്പോൾ നമുക്ക് പാചകത്തിലേക്ക് പോട്ടാ. ചീനച്ചട്ടി വെച്ച് വെള്ളം വറ്റിക്കി വെക്കുന്നു. നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു മിനിറ്റ്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കണം. ചെറിയ കുപ്പിക്കകത്താക്കിയത് വെളിച്ചെണ്ണ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഈ കടുക്, ഇത്ര കടുക് എടുത്തിട്ടുണ്ട്. കടുക് നല്ലോണം വേണം. അപ്പോൾ കടുക് എടുത്തിട്ടുണ്ട്. പൊട്ടുണ്ട്. ആ പൊട്ടട്ടെ. പൊട്ടൽ തുടങ്ങിയിട്ടോ. അപ്പം നമുക്ക് അതിലേക്ക് വേപ്പല കുറച്ച് കിട്ടിയില്ല. അതിലേക്ക് ഈ സാധനം ആഡ് ചെയ്യുക. നമുക്ക് ഇഞ്ചി പച്ചമുളകും സബോള അരിഞ്ഞത്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ശരിക്കൊന്ന് കുറച്ച് വേപ്പലിട്ട് കൊടുക്കാം. വേപ്പില നല്ലോണം ഉള്ളി ശരിക്കും മൂക്കാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ
എൻ്റെ രീതി കേട്ടാ എല്ലാവർക്കും അതുപോലെ ആവുന്നില്ല. എനിക്ക് ഇങ്ങനെയൊക്കെ വേണം. അങ്ങനെ എനിക്ക് മോനെ ടേസ്റ്റ് തോന്നുന്നില്ല. ചിലർ മഞ്ഞപ്പൊടിയൊക്കെ ചേർക്കും. എനിക്കിഷ്ടമില്ല മഞ്ഞപ്പൊടി. അപ്പോൾ അതിൻ്റെ ഒറിജിനാലിറ്റി കഷ്ടപ്പെടും. മഞ്ഞൾ കാര്യമില്ല. ക്യാരറ്റ് അതുപോലെ ഗ്രീൻ പീസ് അതൊക്കെ ചിലർ ചേർക്കും. വേവിച്ച ഗ്രീൻ പീസ് വന്നിട്ടില്ല, അതൊക്കെ ചേർക്കാറില്ല. ഇങ്ങനെയാണില്ല. അത് ബീൻസും പച്ച ബീൻസ് അതും ചേർക്കാറില്ല. നമുക്കറിയാം സിമ്പിൾ. ഇപ്പോൾ ഏകദേശം കുറച്ച് വെള്ളം ഒഴിക്കുന്നു. ഇന്നും കൂടി ആയിക്കോട്ടെ അല്ലേ. ലേശം ഉപ്പിട്ട് കൊടുക്കുക. മണം ഉപ്പല്ല മുഖ്യം. ഉപ്പിട്ട് നോക്കിയിട്ട് തന്നെ. അപ്പോൾ ഏകദേശം നമ്മളെ ഉപ്പുമാവിൻ്റെ ഉള്ളി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വേപ്പില, കടുക്, ഉപ്പ്, വെളിച്ചെണ്ണ എല്ലാം കൂടിയിട്ട് ഒരു റെഡി ചെയ്തിട്ടാണ്. കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കാം. തൽക്കാലം ഞാൻ ക്യാമറ ഒന്ന് ഇവിടെ വെക്കട്ടെ. അപ്പോൾ ഞാനിതിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. 2 കപ്പ്. ഈ കപ്പിന് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഓക്കെ, റെഡി ആവട്ടെ. തിളക്കുമ്പോൾ നമുക്ക് റവ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇരിക്കട്ടെ, ചെറിയ തീയിലിരിക്കട്ടെ. നമുക്ക് റവ തൽക്കാലം ഇങ്ങോട്ട് എടുക്കണം. അജ്മീര റവ പൊടിയാണ്. ഞാൻ തന്നെ എടുക്കണം, ഞാൻ തന്നെ ഉണ്ടാക്കണ. കാരണം ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോട്ടോ, അതിലൊന്നും തോന്നുന്നത് കുറ്റം പറയരുത്. ഞാൻ തന്നെയാണ് കൈ പിടിച്ചിരിക്കുന്നത്. അത് ചെയ്യാനൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഗ്യാസിൻ്റെ അടുത്ത് ക്യാമറ ഫോൺ ഉപയോഗിക്കുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞ് കേൾക്കാറുണ്ട്. അത് പേടിയുണ്ട്. അതുകൊണ്ടാണ് ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോണേ. ശരിക്കും ഇതിൻ്റെ ഇത് കിട്ടാത്തതാണ്. അപ്പം വേറെ പിടിച്ച് തരാൻ ആരുമില്ല, ക്യാമറ എടുക്കാൻ ആരുമില്ല. നമ്മൾ തന്നെ ഇത് ചെയ്യണം. ഓക്കെ, ഇങ്ങനെ ഒന്ന് തിളപ്പിക്കാം. തിളക്കട്ടെ. അപ്പുറത്തെ ചട്ടിയിലിരിക്കുന്നത് ഇന്നലത്തെ കറിയാണ്. മൺചട്ടിയിൽ കറി, എന്നിട്ട് ചൂരക്കറി, കൂടുതലെന്നൊക്കെ പറയും അതിൻ്റെ കറി. കുറച്ചുള്ളൂ. അപ്പോൾ കുറച്ച് നേരം നമുക്ക് മഴ കാണാം. ഇല്ല, നല്ല മഴ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുന്ന മഴ ഇല്ല. നമ്മൾ തൊട്ടടുത്ത വീടാണ്. അവിടെ ഒരു കാവൊക്കെ ഉണ്ട്, അത് കാണുന്നുണ്ട്. മഴ തകർത്ത് ഇത് ഞങ്ങൾ ബാക്ക് സൈഡാണ് കേട്ടോ, ഫ്രണ്ട് സൈഡല്ല, ബാക്ക് സൈഡാണ്. ഇത് വേണ്ട, ഇത് നമ്മളെടുത്ത ഒരു നമ്മളെ ഇത് പറയില്ല ബട്ടർ, അതിൻ്റെ തൈയാണ്. ഇനി ഞാൻ കുഴിച്ചിട്ടതാണ്. ഒരു കുരു കിട്ടിയിട്ട് കുഴിച്ചിട്ട് ഒരു 3 കൊല്ലത്തോളമായിട്ട് ഇങ്ങനെ കായിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക് തൈ അത് നിൽക്കുന്നുണ്ട്. ഇത് കിണറാണ്, കുടിക്കാൻ പറ്റില്ല, ഉപയോഗിക്കാം. കുളിക്കാൻ പറ്റുള്ള ഒരു കാര്യത്തിനൊക്കെ ഉപയോഗിക്കുന്നത് നമ്മളതല്ല, അപ്പുറത്തെ വീട്ടിട്ട്. പിന്നെ ഇത് നമ്മുടെ ഇതിൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ഹാള്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് സൈഡ്, എൻ്റെ താമസിക്കുന്ന വീടിൻ്റെ ഫ്രണ്ട് സൈഡ് റോഡ്.
ചെടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് മഴയൊക്കെ നമുക്ക് കാണാൻ വെള്ളം തിളക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വണ്ടികളിങ്ങനെ പോകുന്നുണ്ട്, എല്ലാം പോകുന്നുണ്ട്. ചെടികളും കാര്യങ്ങളും മഴയും നല്ല സുഖവും അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ചാറ്റൽ മഴയായിട്ട് നിൽക്കുന്നുണ്ട്. നല്ല മഴ പെയ്ത് കഴിഞ്ഞ് വെള്ളമൊക്കെ കിട്ടുന്നുണ്ട്. റോഡിലേക്ക് നല്ല മഴയായിട്ട് നിൽക്കുകയായിരുന്നു. ഇതെൻ്റെ വീടിൻ്റെ ഫ്രണ്ട് സൈഡ്. ഇപ്പുറത്തൊരു വീടുണ്ട്, ഈ സൈഡിലൊരു വീടുണ്ട്. പറൂക്കേ അപ്പോൾ ഇതിങ്ങനെ വണ്ടി പോകുന്ന നല്ല സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വെള്ളം തിളച്ചിട്ടുണ്ടാകും, നോക്കാം. ഏകദേശം തിളച്ച് വരുന്നുണ്ട് കേട്ടോ. വെള്ളം തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് റവ ഇട്ട് കൊടുക്കണം. കുറച്ച് നേരത്തേക്ക് ഞാൻ ഒന്ന് ഇതാക്കി കേട്ടോ ക്യാമറനെ. അപ്പോൾ നമ്മളെ ഉപ്പുമാവ് ഏകദേശം റെഡിയായി വരുന്ന പരിവായിട്ടുണ്ട് കേട്ടോ. തീ കുറച്ച് തീ വരും, ഒന്ന് റെഡി ആവട്ടെ. ഒന്ന് വെള്ളം വറ്റി കഴിഞ്ഞാൽ സൂപ്പറായി. ഇനി കട്ടൻ ചായ ഉണ്ടാക്കണം. പാൽ ചായയോട് താല്പര്യമില്ല, കഫക്കെട്ടുള്ള കാരണം കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് അവിടെ കൂടെ കുടിക്കണം. ഓക്കെ, ഏകദേശം റെഡിയുണ്ട്. രണ്ടാൾ കഴിക്കണ്ടാവും. ധാരാളം, 2 പേരല്ലേ ഉള്ളൂ. ഒന്ന് വെള്ളം പറ്റിയാൽ മതി. അപ്പോൾ ഇതാണ് ഉപ്പുമാവ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് തരാം. നമ്മളെ ഉപ്പുമാവ് റെഡിയാണ്. ഇതാ ഞാൻ കഴിക്കാൻ പോവുകയാണ് കേട്ടോ. ഉപ്പുമാവ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അടിപൊളി. അപ്പോൾ കട്ടൻ ചായ സൂപ്പറായിട്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഉപ്പുമാവിൻ്റെ രുചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിതമായ ഉപ്പ്, എരിവ്, ഇഞ്ചിയുടെ ടേസ്റ്റ്, ഉപ്പിൻ്റെ പച്ചമുളകിൻ്റെ ടേസ്റ്റും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും എല്ലാം കൂടിയിട്ടുള്ള ടേസ്റ്റ് എല്ലാം കൂടിയിട്ട് വെളിച്ചെണ്ണയുടെ ഒരു ഇതെല്ലാം കൂടിയിട്ട് അടിപൊളിയാണ്. വെളിച്ചെണ്ണ പാക്കറ്റല്ല കേട്ടോ, ആട്ടിയ വെളിച്ചെണ്ണ മേടിച്ചതാണ്. ഓക്കെ, അപ്പോൾ ശരി, ഇത്ര ഉള്ള നമ്മളെ വീഡിയോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.